ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി പ്ലസ് അകത്തിരിക്കുന്ന അറേസ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ആദ്യം നമുക്ക് എന്തുകൊണ്ട് അറേ എന്ന് പറയുന്ന ഫീച്ചർ സി പ്ലസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഡേറ്റ ഉണ്ടെന്ന് വിചാരിക്കാം. സ്റ്റുഡൻറ്റ് ഏജ് എന്ന് പറയുന്ന ഒരു ഡാറ്റയാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതേപോലെ ഒരു നമ്പർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പം നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തു ഇങ്ങനെയുള്ള ഒരു ഡാറ്റയെ നമുക്ക് എങ്ങനെ നമ്മളുടെ ഒരു പ്രോഗ്രാം ലോജിക്കിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിന് വേരിയബിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് വേരിയബിൾ എന്ന് പറയുന്ന സാധനം നമുക്കൊരു ഡാറ്റ ടൈപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം. അങ്ങനെ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പർട്ടിക്കുലർ വേരിയബിൾ നമ്മുടെ പ്രോഗ്രാം ലോജിക്കിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്നൊക്കെ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തതാണ്. പ്രീവിയസ് ചാപ്റ്റേഴ്സിൽ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തതാണ്. ഇനിയിപ്പം നമുക്ക് ഒരു പർട്ടിക്കുലർ ഡാറ്റയല്ല ഉള്ളത്. നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റയാണ് ഉള്ളത് എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു 5 സ്റ്റുഡൻസിൻ്റെ ഏജ് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് ഇത്രയും ഡാറ്റയെ നമുക്ക് നമ്മളുടെ പ്രോഗ്രാം ലോജിക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണം, യൂസ് ചെയ്യണം. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഓരോരോ പർട്ടിക്കുലർ ഡാറ്റയ്ക്കും ഓരോരോ വേരിയബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ. സ്റ്റുഡൻറ്റ് ഏജ് 1, സ്റ്റുഡൻറ്റ് ഏജ് 2 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എത്ര ഡാറ്റയാണോ നമ്മളുടെ കയ്യിലുള്ളത്, എത്ര നമ്പർ ഓഫ് ഡാറ്റയാണോ നമ്മളുടെ കയ്യിലുള്ളത്, അത്രയും വേരിയബിൾസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷെ അതൊരു പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അല്ലെങ്കിൽ അത് അങ്ങനെ എഴുതുന്ന ഒരു കോഡ് നമുക്കൊരു മെയിൻറ്റെയിനബിൾ ആയിരിക്കില്ല അല്ലേ. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 100 സ്റ്റുഡൻറ്റ് ഏജ് ഉണ്ടെങ്കിൽ നമ്മൾ 100 വേരിയബിൾസ് ഉണ്ടാക്കുക, ആ 100 വേരിയബിൾസിനെയും പ്രോഗ്രാമിൽ ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത്, അങ്ങനെ ഒരു കോഡ് എഴുതുക എന്ന് പറയുന്നത് ഒരു മെയിൻറ്റെയിനബിൾ ആയിട്ടുള്ള ഒരു കോഡല്ല. അങ്ങനെ ഒരു പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ട് നമുക്കൊരു പ്രോഗ്രാം ലോജിക്ക് എഴുതാനും പറ്റില്ല. അപ്പം ഈ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സി പ്ലസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫീച്ചറാണ് അറേ എന്ന് പറയുന്നത്. അറേ എന്ന് പറയുന്നതിൻ്റെ അകത്തേക്ക് നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റയെ ഒരു പെർട്ടിക്കുലർ ഒരു സിംഗിൾ വേരിയബിൾ വച്ചിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമ്മുടെ പ്രോഗ്രാം ലോജിക്കിൻ്റെ അകത്ത്. നമ്മൾ വേരിയബിളിൻ്റെ കേസിൽ നമ്മളൊരു സിംഗിൾ ഡാറ്റയാണ് ഹാൻഡിൽ ചെയ്തതെങ്കിൽ, അറേയുടെ കേസിൽ അതൊരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റയാണ്. ഗ്രൂപ്പ് ഓഫ് ഡാറ്റയെ നമുക്കൊരു സിംഗിൾ നെയിം വച്ചിട്ട് നമുക്ക് നമ്മളുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ അറേക്കകത്ത് 10 എണ്ണം ഉണ്ടെങ്കിലും സെയിം നെയിം യൂസ് ചെയ്യാം, 100 എണ്ണം ഉണ്ടെങ്കിലും ഒരു നെയിം വെച്ച് യൂസ് ചെയ്യാം എന്ന് പറയുന്ന ഒരു ഒരു ഫെസിലിറ്റി നമുക്കവിടെ കിട്ടുകയാണ് അറേ എന്ന് പറയുന്ന ഫീച്ചർ കാരണം. അപ്പം അറേ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഓൾറെഡി നമ്മൾ വേരിയബിളിൻ്റെ കേസിൽ എങ്ങനെ ഡിക്ലെയർ ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. ഒരു വേരിയബിൾ നെയിം വേണം, അതൊരു അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പുമായിട്ട് സി പ്ലസ് പ്ലസ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡാറ്റ ടൈപ്പുമായിട്ട് അതിനെ അസോസിയേറ്റ് ചെയ്യണം. സെയിം വഴിയിൽ തന്നെയാണ് നമുക്ക് ഒരു അറേയും ഡിക്ലെയർ ചെയ്യേണ്ടത്. നമുക്കൊരു നെയിം വേണം, അറേയ്ക്കൊരു നെയിം വേണം, അത് ഒരു ഡാറ്റ ടൈപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം. ഓക്കെ. പക്ഷെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു ഇൻഫർമേഷൻ കൂടി സി പ്ലസ് പ്ലസിന് പ്രൊവൈഡ് ചെയ്യണം. അതെന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ അറേയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. നമ്മളിപ്പം അറേ എന്ന് പറയുന്ന സാധനം നമുക്കൊരു ഗ്രൂപ്പ് ഓഫ്, ഒരു കളക്ഷൻ ഓഫ് ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറേ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ അറേ ഉണ്ടാക്കുന്ന സമയത്ത് എത്ര എലമെൻറ്റ്സ് ആണ് ഈ പർട്ടിക്കുലർ അറേക്കകത്ത് ഉള്ളത് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ ഈ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് എത്ര എലമെൻ്റ് ആണോ ഉള്ളത് അത് നമ്മളിവിടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ. ഇനിയിപ്പം ഒരു കാര്യം കൂടി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു അറേക്കകത്ത് നമ്മളൊരു കളക്ഷൻ ഓഫ് ഡാറ്റയാണ് എടുത്ത് വെക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഈ ഡാറ്റയെല്ലാം സെയിം ഡാറ്റ ടൈപ്പിലുള്ളതായിരിക്കണം. അത് സി പ്ലസ് പ്രൊവൈഡ് അല്ലെങ്കിൽ സി പ്ലസ് ഇൻക്ലൂഡ് ചെയ്യുന്ന റൂളാണ്. നമ്മൾ എന്തായാലും അത് ഫോളോ ചെയ്തിരിക്കണം. നമ്മളിപ്പോൾ ഒരു അറേ ഉണ്ടാക്കുകയാണെങ്കിൽ ആ അറേ നമ്മൾ ഒരു ഡാറ്റ ടൈപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പർട്ടിക്കുലർ ഡാറ്റയ്ക്കകത്ത് നമ്മൾ എടുത്തു വെക്കുന്ന എല്ലാ ഡാറ്റയും ഇൻറ്റിജർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൻ്റെ അകത്ത് എടുത്ത് വെക്കാൻ പറ്റുന്ന ഡാറ്റയായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇൻറ്റിജർ എന്ന് പറയുന്ന ഡാറ്റ ആണെങ്കിൽ അത് നമ്പേഴ്സാണ് അല്ലേ. നമ്മൾ ഓൾറെഡി അത് ചെക്ക് ചെയ്താണ്, നമ്പേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് മാക്സിമം 5 ഇൻറ്റിജർ ഡാറ്റയെ വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് വെക്കാമെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം നമ്മളൊരു 5 ഡാറ്റ എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു അറേ ഉണ്ടാക്കി. അതിൻ്റെ അകത്ത് 2 ഇൻറ്റിജറും 2 ഫ്ലോട്ടും 1 ക്യാരക്ടർ ഇങ്ങനെയൊന്നും നമുക്ക് എടുത്ത് വെക്കാൻ പറ്റില്ല. നമുക്കൊരിക്കലും മിക്സ് ചെയ്തിട്ട്
ഡാറ്റ ടൈപ്പ് ഒരു ഡാറ്റയ്ക്കകത്ത് എടുത്തു വെക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇൻറ്റിജറാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ ആ അറേക്കകത്തിരിക്കുന്ന എല്ലാ മെമ്പേഴ്സും ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ഉള്ളത് ആയിരിക്കണം. ഓക്കെ. ഇനി നമുക്ക് ഒരു അറേ എങ്ങനെ ഡിക്ലെയർ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സെയിം റൂൾസ് തന്നെയാണ് ഇവിടെയും ആപ്ലിക്കബിൾ ആയി പോകുന്നത്. നമ്മളൊരു ഡാറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കണം. അറേയുടെ ഡാറ്റ ടൈപ്പ് അറേക്കകത്ത് നമ്മൾ എടുത്ത് വെക്കുന്നത് എന്താണോ അതിൻ്റെ ഡാറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു നെയിം വേണം, ഒരു വേരിയബിൾ നെയിം വേണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ അറേ പറഞ്ഞു കൊടുക്കണം. എത്ര എലമെൻറ്റ്സ് ആണ് ഞാൻ ഈ പർട്ടിക്കുലർ അറേക്കകത്ത് എടുത്തു വെക്കാൻ പോകുന്നത് എന്നൊരു ഇൻഫർമേഷൻ കൂടി നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഇപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കണം. ഒരു ഡൈനാമിക് ആയിരിക്കുന്ന ഒരു വേരിയബിളിൻ്റെ അകത്ത് ഉള്ള വാല്യൂ ഇവിടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇതെല്ലാം ഇപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. കോൺസ്റ്റൻറ്റ് ഹാർഡ് കോഡഡ് ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കണം. അതായത് 5, 10 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കണം. ഡൈനാമിക് ആയിട്ടിരിക്കുന്ന ഒരു വാല്യൂ നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ റൂൾ വന്നതെന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ പഠിക്കാം. പക്ഷേ ജസ്റ്റ് ഇതാക്കുക, ഇവിടെ ഒരിക്കലും നമുക്ക് ഡൈനാമിക് ആയിട്ടുള്ള ഒരു വാല്യൂ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ മാത്രമേ അറേയുടെ സൈസ് ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അത് സി പ്ലസ് പ്ലസ് ഫോഴ്സ് ചെയ്യുന്ന ഒരു റൂളാണ്. അത് നമുക്കൊരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. ഇനിയിപ്പോൾ നമ്മളിപ്പം ഇങ്ങനെ ഒരു അറേയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തതെങ്കിൽ നമ്മളിവിടെ എന്താണ് n ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അത് അറേയാണ്. ആ അറേക്കകത്ത് 5 ക്യാരക്ടർ വേരിയബിൾസിനെ എടുത്തു വെക്കാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് ഇൻറ്റിജർ പോയിൻ്ററിൻ്റെ കേസിലും, ഇൻറ്റിജർ പോയിൻ്റർ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം ഇൻറ്റിജർ പോയിൻ്ററും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡാറ്റ ടൈപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു അറേയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്നത് 5 ഇൻറ്റിജർ പോയിൻറ്റേഴ്സാണ്. വേറെ ഒരു ഡാറ്റയും നമുക്ക് എടുത്തു വെക്കാൻ പറ്റില്ല. ഏത് ഡാറ്റ ടൈപ്പാണോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ആ ഡാറ്റ ടൈപ്പിൽ ഇരിക്കുന്ന ഡാറ്റ മാത്രമേ നമുക്ക് ആ പർട്ടിക്കുലർ അറേയിൽ എടുത്തു വെക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഏത് ഡാറ്റ ടൈപ്പിൻ്റെ അറേ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സി പ്ലസ് പ്ലസിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാം. ഈവൻ നമുക്ക് നമ്മളുടെ ഒരു കസ്റ്റം ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അറേയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കസ്റ്റം ഡാറ്റ ടൈപ്പ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് പഠിച്ചു വരാം. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾക്ക് എങ്ങനെ അറേ ഇനീഷ്യലൈസ് ചെയ്യാം എന്നുള്ളത് വേരിയബിൾ ചെക്ക് ചെയ്ത സമയത്ത് നമ്മൾ വേരിയബിൾ എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാമെന്ന് പഠിച്ചിരുന്നു. അതേപോലെ തന്നെ അറേ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 വേസ് ഉണ്ട്. അതിൽ ആദ്യത്തെ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറേ നമ്മളിങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു. ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിന് ഒരു വാല്യൂ കൊടുക്കുക. അതിനെയാണ് നമ്മൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഒരു അറേ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ക്യാരക്ടറാണ്. v1 എന്ന് പറയുന്നതാണ് നെയിം. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന v1ൻ്റെ അകത്ത് നമുക്ക് 3 വേരിയബിൾസ് വരെ എടുത്തു വെക്കാം. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു ഇട്ടിട്ട് നമുക്ക് കേളി ബ്രാക്കറ്റ്, ഈ ബ്രാക്കറ്റിനെ കേളി ബ്രാക്കറ്റ് എന്നാണ് പറയുന്നത്. കേളി ബ്രാക്കറ്റ് ഇട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഈ പർട്ടിക്കുലർ അറേക്കകത്തേക്ക് സ്റ്റോർ ചെയ്യേണ്ട വാല്യൂസ് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. കോമ സെപ്പറേറ്റഡ് ആയിട്ട് നമുക്ക് വാല്യൂസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. നമ്മളിവിടെ ഈ പറഞ്ഞിരിക്കുന്ന v1 എന്ന് പറയുന്ന അറേ ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ക്യാരക്ടേഴ്സ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന അറേയുടെ ടൈപ്പ് എന്താണോ ആ ടൈപ്പ് അക്സെപ്റ്റബിൾ ആയിരിക്കുന്ന ഒരു വാല്യൂസ് ആയിരിക്കണം ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് ക്യാരക്ടർ ആയതുകൊണ്ടാണ് ഇങ്ങനെ സിംഗിൾ കോട്ട്സിൻ്റെ അകത്തിരിക്കുന്ന ക്യാരക്ടർ ലിറ്ററൽ നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇത് അസൈൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? v1ൻ്റെ അകത്ത് 3 വാല്യൂസ് ഉണ്ടാവും. ഫസ്റ്റത്തെ വാല്യൂ a, രണ്ടാമത്തെ വാല്യൂ b, മൂന്നാമത്തെ വാല്യൂ c എന്നുള്ളതായിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് ഇൻറ്റിജർ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ തന്നെ ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ കൊടുക്കേണ്ട വാല്യൂ ഇത് ഇൻറ്റിജർ അറേ ആയതുകൊണ്ട് നമ്മൾ ഇൻറ്റിജർ വാല്യൂസ് ആയിരിക്കണം. അത് നമ്മൾ ക്യാരക്ടർ ലിറ്ററിൻ്റെ കേസിൽ ചെയ്ത പോലെ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിരിക്കണം. അത് കഴിഞ്ഞിട്ട് കോമ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കണം വാല്യൂസ് കൊടുക്കേണ്ടത്. ഓക്കെ. ഇനി ഒരു കാര്യം, നമ്മൾ അറേ നമുക്ക് 4 ഇവിടെ അറേയുടെ സൈസ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നമുക്ക് അതിൽ കൂടുതൽ വാല്യൂസിന് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു കമ്പൈലേഷൻ എററാണ്. നമ്മൾ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ തന്നെ ഇത് ഒരു എററായിട്ട് സി പ്ലസ് പ്ലസ് പറയും. ഇതിപ്പോൾ നമ്മളിപ്പോൾ v2 എന്ന് പറയുന്ന അറേ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4 എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെങ്കിൽ നമ്മളിവിടെ 5 വാല്യൂസ് പ്രൊവൈഡ് ചെയ്യാൻ കൊടുത്തു, അല്ലേ? 5 വാല്യൂസ്. ഇത് സി പ്ലസ് പ്ലസ് അലോ ചെയ്യത്തില്ല. ഇതൊരു കമ്പൈലേഷൻ എററായിട്ട് നമുക്ക് അടിക്കും. നമ്മൾ എത്രയാണോ അറേയുടെ സൈസ് പറഞ്ഞിരിക്കുന്നത് അതിൽ കൂടുതൽ എലമെൻറ്റ്സ് നമുക്ക് എടുത്തു വെക്കാൻ സി പ്ലസ് പ്ലസ് അറേയിൽ പറ്റത്തില്ല. ഓക്കെ.
പക്ഷെങ്കില് കൂടുതൽ എലമെന്റ്സ് എടുത്ത് വെക്കാൻ പറ്റില്ല. പക്ഷെ ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മള് കുറവ് എലമെന്റ്സ് ആണ് അല്ലെങ്കിൽ കുറവ് വാല്യൂസ് ആണ് പറഞ്ഞിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ 4 വാല്യൂസ് വേണമായിരുന്നു. പക്ഷെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് 3 വാല്യൂസേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ഇത് ഓക്കെയാണ്. ഇതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. അപ്പം സി പ്ലസ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വാല്യൂവിന് 1ഉം രണ്ടാമത്തേന് 2ഉം മൂന്നാമത്തേന് 3ഉം അലോക്കേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള വാല്യൂ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ കൂടി സി പ്ലസ് റിമൈനിങ് ആയിട്ടുള്ള വാല്യൂസിന് ഈ പറഞ്ഞിരിക്കുന്ന ടൈപ്പിൻ്റെ ഡിഫോൾട്ട് വാല്യൂ എന്താണോ അത് അസൈൻ ചെയ്ത് കൊടുക്കും. ഇവിടെ ഇപ്പോൾ ഇൻറ്റിജറിൻ്റെ കേസിൽ ഡിഫോൾട്ട് ആയിട്ട് 0 ആയിരിക്കും സി പ്ലസ് അലോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? സി പ്ലസ് ഇൻറ്റേർണലി ഇങ്ങനെയായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിനെ മാറ്റുന്നത്. നമ്മൾ ഈവൻ അവസാനത്തെ 4ാമത്തെ വാല്യൂ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും സി പ്ലസ് ഇൻറ്റേർണലി അതൊരു 0 ആയിട്ട് എടുത്തോളും. ഇത് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. സി പ്ലസ് അത് കമ്പൈൽ ചെയ്തുകൊള്ളും. അവസാനത്തെ വാല്യൂവിനെ സി പ്ലസ് തന്നെ 0 ആയിട്ട് എടുത്തിട്ട് അസൈൻ ചെയ്തോളും. ഓക്കെ. ഇത് നമ്മൾ ഒരു ക്യാരക്ടർ അസൈൻ ചെയ്യുന്ന കേസാണ്. ക്യാരക്ടർ അസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിപ്പം 5 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു അറേയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 3 വാല്യൂസേ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ സി പ്ലസ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടറിൻ്റെ ഡിഫോൾട്ട് വാല്യൂസ് ആയിരിക്കും റിമൈനിങ് വാല്യൂസിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. എന്താണോ അറേയുടെ ഡാറ്റ ടൈപ്പ്, ആ ഡാറ്റ ടൈപ്പിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡിഫോൾട്ട് വാല്യൂ ആയിരിക്കും കൊടുക്കുക. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സമയത്ത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും, ഇൻറ്റിജർ അറേ ആയിരുന്നു. ഇൻറ്റിജർ അറേ ആയതുകൊണ്ടാണ് ഇവിടെ റിമൈനിങ് വാല്യൂസിന് 0 കൊടുത്തത്. ക്യാരക്ടർ ആയതുകൊണ്ട് അവിടെ ഫില്ല് ചെയ്ത് വരിക ഇതേപോലെയുള്ള ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ലിറ്ററലാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് നൾ ടെർമിനേറ്റഡ് എന്നാണ്. ഇത് വളരെ കോമൺ. സി പ്ലസ് ഇങ്ങനെ ചില ഘട്ടങ്ങളിൽ നമുക്ക് ഇങ്ങനെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടർ ലിറ്ററൽസ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തിരിക്കുന്ന ഒരു ക്യാരക്ടർ ലിറ്ററാണ് നൾ ടെർമിനേറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ ലിറ്ററൽ. അതായിരിക്കും ക്യാരക്ടറിൻ്റെ കേസിൽ സി പ്ലസ് ഡി ആയിട്ട് കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സിംഗിൾ കോട്ടിൻ്റെ അകത്ത് ഒരൊറ്റൊരു ക്യാരക്ടറേ വരുള്ളൂ. പക്ഷേ ഇതൊരു സ്പെഷ്യൽ ക്യാരക്ടർ ആയതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് 2 ലെറ്റേഴ്സ് വന്നത്, //ഉം 0യും വന്നത്. ഇതിനെ സി പ്ലസിൻ്റെ അകത്ത് നൾ ടെർമിനേറ്റഡ് എന്നാണ് പറയുന്നത്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് 2 സ്ലൈഡ് കഴിയുമ്പോൾ ഒരു ക്യാരക്ടർ അറേയെ പറ്റി കൂടുതലായി പഠിക്കുന്ന സമയത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. ഇപ്പം ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, എല്ലായ്പ്പോഴും 0 എന്ന് പറയുന്ന വാല്യൂ അല്ല ഈ പറഞ്ഞിരിക്കുന്ന മിസ്സിംഗ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ലെസ് നമ്പർ ഓഫ് വാല്യൂസ് നമ്മൾ കൊടുക്കുമ്പോൾ എല്ലായ്പ്പോഴും 0 ആയിരിക്കില്ല. എന്താണോ ഡാറ്റ ടൈപ്പ് അതിന് അനുയോജ്യമായിട്ടിരിക്കുന്ന ഒരു ഡിഫോൾട്ട് വാല്യൂ ആയിരിക്കും സി പ്ലസ് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇൻറ്റിജർ ആയിരുന്ന സമയത്ത് 0, ക്യാരക്ടർ ആയിരുന്ന സമയത്ത് നൾ ടെർമിനേറ്റഡ്, ഇങ്ങനെ ഓരോരോ ഡാറ്റ ടൈപ്പിനും സി പ്ലസ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഇത് പറഞ്ഞത്. എല്ലായ്പ്പോഴും ഒന്നേ ആയിരിക്കില്ല എന്ന് ഒന്ന് ആലോചിച്ചിരിക്കാം. ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, അറേ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ മെത്തേഡാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി രണ്ടാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ നോർമലി ഇവിടെ അറേയുടെ സൈസ് പറഞ്ഞു കൊടുക്കണമായിരുന്നു. പക്ഷെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അറേയുടെ സൈസ് പറഞ്ഞു കൊടുക്കാതെ ഒരു ഇനീഷ്യലൈസർ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് സി പ്ലസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇനീഷ്യലൈസറിനകത്ത് എത്ര വാല്യൂസ് ആണോ ഉള്ളത് അത്രയും കൗണ്ടുള്ള അല്ലെങ്കിൽ അത്രയും സൈസുള്ള ഒരു അറേ സി പ്ലസ് ഇൻറ്റേർണലി ഉണ്ടാക്കും. ഓക്കെ. ഇതിൻ്റെ ഇപ്പോൾ ആദ്യത്തെ കേസിലാണെങ്കിൽ ഇവിടെ നമ്മളൊരു ക്യാരക്ടർ അറേയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന സൈസ് എന്ന് പറയുന്ന കാര്യം ഒമിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സി പ്ലസ് കണ്ടു കഴിഞ്ഞാൽ അവൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനീഷ്യലൈസർ ഉണ്ടോ എന്ന് നോക്കും. ഇനീഷ്യലൈസർ ഉണ്ടായിരിക്കണം. ഇനീഷ്യലൈസർ ഇവിടെ ഒമിറ്റ് ചെയ്യുകയും ഇനീഷ്യലൈസർ കൊടുക്കാതിരിക്കുകയും സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പൈലേഷൻ എററാണ്. അപ്പോൾ ഇനീഷ്യലൈസർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇനീഷ്യലൈസർ ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന വാല്യൂവിനെ കൗണ്ട് ചെയ്യും. അപ്പം എത്ര വാല്യൂസ് ആണോ ഉള്ളത് അത്രയും വലിപ്പമുള്ള അത്രയും സൈസുള്ള ഒരു അറേ ആയിരിക്കും അവൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ എന്ത് സംഭവിക്കും? ഒരു 4 സൈസുള്ള ഒരു ക്യാരക്ടർ അറേ ആയിരിക്കും V1 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ V2 ചെയ്ത സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന സൈസ് എന്ന് പറയുന്ന സാധനം ഒമിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടു. ഇനീഷ്യലൈസറിൻ്റെ അകത്ത് എത്ര വാല്യൂസ് ഉണ്ടെന്ന് നോക്കും. 1 2 3 4 5 വാല്യൂസ് ആണ് ഇനീഷ്യലൈസറിൽ പറഞ്ഞു കൊടുത്തതെങ്കിൽ, ഈ പറഞ്ഞിരിക്കുന്ന V2 എന്ന് പറയുന്ന അറേയുടെ സൈസ് എന്ന് പറയുന്നത് 5 ആയിരിക്കും.
ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സൈസ് എന്ന് പറയുന്ന സാധനം ഒമിറ്റ് ചെയ്തതുകൊണ്ട് ഇനീഷ്യലൈസ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ്. ഓക്കെ. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സൈസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഒമിറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പറയാതിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഇനീഷ്യലൈസർ പറഞ്ഞിരിക്കണം. ഇനീഷ്യലൈസർ പറയാതെ ഇങ്ങനെ ഒരു അറേ ഡിക്ലെയർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ C++ അത് കമ്പൈലേഷൻ എററാണ്. അത് അലോ ചെയ്യത്തില്ല. ഓക്കെ. കാരണം ഈ ഒരേ ഒരു റൂൾ എന്ന് പറയുന്നത് C++ അറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അവന് എത്ര സൈസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ C++ൻ്റെ അകത്ത് ഒരു അറേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മൊമെന്റിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഈ പറഞ്ഞിരിക്കുന്ന അറേക്ക് എത്ര സൈസ് ഉണ്ടായിരിക്കണം എന്ന് അറിയാൻ യാതൊരുവിധ വഴികളുമില്ല. ഇനീഷ്യലൈസർ ഉണ്ടെങ്കിൽ ഇനീഷ്യലൈസറിൻ്റെ അകത്ത് ഇത്ര എലമെന്റ് ഉണ്ട്, അതായിരിക്കണം അറേയുടെ സൈസ് എന്ന് അവന് തീരുമാനിക്കാമായിരുന്നു അല്ലേ? ഈ സമയത്ത് അവന് തീരുമാനിക്കാൻ വേണ്ടി യാതൊരുവിധ വഴികളില്ലാത്തതുകൊണ്ട് അവനത് കമ്പൈലേഷൻ എറർ അടിക്കും. ഇൻവാലിഡ് ആണ് ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ. അതേ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അറേയുടെ സൈസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യലൈസർ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. രണ്ടും വാലിഡ് ആണ്. ഓക്കെ. ഇനി ബേസിക്കലി നമുക്ക് അറേ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അറേ ഡിക്ലെയർ ചെയ്ത് അങ്ങനെ ഒരു വേരിയബിൾ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു കാര്യമില്ല അല്ലേ? നമുക്ക് അതിൻ്റെ അകത്തിരിക്കുന്ന ഓരോരോ ഇൻഡിവിജ്വൽ ഐറ്റത്തിനെയും ആക്സസ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം കൂടി വേണം അല്ലേ? നമ്മളിപ്പം സ്റ്റുഡൻ്റ് ഏജ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വലിയൊരു ഡാറ്റ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ഏജിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോരോ വാല്യൂസും എടുത്ത് പ്ലസ് ചെയ്ത് അതിനെ അവസാനം ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ഒക്കെ ചെയ്തിട്ടായിരിക്കണം ആവറേജ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏതൊരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റയും ഏതൊരു അറേ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ അകത്തിരിക്കുന്ന ഇൻഡിവിജ്വൽ ആയിരിക്കുന്ന എലമെൻറ്റിനെ ആക്സസ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം വേണം. എന്നാലേ നമുക്ക് ആ ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ലോജിക്കിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ C++ൻ്റെ അകത്ത് ഓരോരോ ഇൻഡിവിജ്വൽ ഡാറ്റയെയും ആക്സസ് ചെയ്യാനുള്ള മെക്കാനിസമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറേറ്റർ. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്റ്റ് ഓപ്പറേറ്റർ എന്നാണ്. ഈ പറഞ്ഞ പോലെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. നമ്മളിപ്പം ഇങ്ങനെയൊരു നമ്മൾ n സ്റ്റുഡൻ്റ് ഏജ് എന്ന് പറഞ്ഞിട്ട് ഒരു അറേ ഉണ്ടാക്കി. ഈ അറേയാണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ n സ്റ്റുഡൻ്റ് ഏജ് എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യാം. അതിനുശേഷം ഈ പറഞ്ഞിരിക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് നമുക്ക് ഏത് അറേക്കകത്തിരിക്കുന്ന എത്രാമത്തെ ഐറ്റമാണോ വേണ്ടത് അത് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പലപ്പോഴും C++ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് അറേ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് കൺഫ്യൂസിങ് ആയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അറേയുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ആണ്. അതായത് ഈ എലമെൻറ്റിനെ നമ്മൾ 0th എലമെൻറ്റ് എന്നാണ് പറയുന്നത്. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ C++ൽ അറേ 0 ഇൻഡെക്സ്ഡ് ആണ് എന്ന് പറയുന്നത് അതാണ്. ഫസ്റ്റത്തെ എലമെൻറ്റിനെ അവൻ 0 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന വാല്യൂവിനെ അറേയുടെ ഇൻഡെക്സ് എന്ന് പറയാം. അങ്ങനെയാണ് ഫസ്റ്റത്തെ വാല്യൂ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളത് 0 ആയിരിക്കണം ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ ഒരു അസൈൻ ചെയ്തു അല്ലേ? നമ്മൾ 0 എന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു പർട്ടിക്കുലർ ഇൻറ്റിജർ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറേയുടെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്. അങ്ങനെ നമ്മൾ ഒരു പർട്ടിക്കുലർ വാല്യൂവിനെ ഈ ഫസ്റ്റത്തെ വാല്യൂവിനെ മാത്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇൻറ്റിജർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൽ നമുക്ക് എന്തൊക്കെ ഓപ്പറേഷൻ ചെയ്യാമോ അതൊക്കെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന അറേ എലമെൻറ്റിലും ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതിപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് എലമെൻ്റ് എടുത്തു. അതിൻ്റെ അകത്തേക്ക് ഞാൻ 18 എന്ന് പറയുന്ന വാല്യൂ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റത്തെ വാല്യൂ ഇപ്പോൾ 17 ആയിരുന്നു. ഈ അസൈൻമെൻറ്റ് കഴിയുമ്പോൾ അത് 18 ആയി മാറും. ഓക്കെ. ഇതിപ്പോൾ നമ്മളിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഫോർത്ത് ഇൻഡെക്സിലിരിക്കുന്ന ഡാറ്റ എടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഫോർത്ത് ഇൻഡെക്സിലിരിക്കുന്ന ഡാറ്റ ഏതായിരിക്കും? ഇത് 0, 1, 2, 3, 4 ഇതാണ് ഫോർത്ത് ഇൻഡെക്സിലിരിക്കുന്നത്. അതായത് ഈ അറേയിലെ 5ാമത്തെ ഐറ്റമാണ് ഫോർത്ത് ഇൻഡെക്സിലിരിക്കുന്നത്. ഇത് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. 0ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഫോർത്ത് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേക്കകത്തിരിക്കുന്ന 5ാമത്തെ ഐറ്റം ആയിരിക്കും. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ അറേക്കകത്ത് നിന്ന് ഇൻഡിവിജ്വൽ എലമെൻസിനെ എടുക്കുന്നത്. ഇതേപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണോ ഡാറ്റ ടൈപ്പ് ആ ഡാറ്റ ടൈപ്പിൻ്റെ അകത്ത് പോസിബിൾ ആയിട്ടുള്ള
എല്ലാ ഓപ്പറേഷൻസും ഈ പറഞ്ഞിരിക്കുന്ന സബ്സ്ക്രിപ്റ്റ് ഓപ്പറേറ്റർ വച്ചിട്ട് നമ്മളൊരു പർട്ടിക്കുലർ ഐറ്റത്തിനെ എടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു ഏജ് എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ വേരിയബിളിലോട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. എങ്ങനെയൊക്കെ നമ്മൾ ഇൻറ്റിജർ യൂസ് ചെയ്യുന്നോ അതേപോലെയൊക്കെ തന്നെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന അറേക്കകത്തിരിക്കുന്ന സിംഗിൾ ഐറ്റത്തിനെയും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലേ. എൻ വാല്യൂ എന്ന് പറയുന്നത് 10 കൊടുത്തിരുന്നു. എൻ വാല്യൂ എന്ന് പറയുന്ന സാധനം നമുക്ക് ഇങ്ങനെ പ്രിന്റ് ചെയ്യാം. സി ഔട്ട് വെച്ചിട്ട് പ്രിന്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരുന്നു. അങ്ങനെയാണ് ഇവിടെ 10 പ്രിന്റ് ചെയ്ത് വരും. ഇതിൻ്റെ സ്ഥലത്ത് എന്ത് ചെയ്യും പ്രിന്റ് ചെയ്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻ സ്റ്റുഡൻറ്റേജ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് 5th ഇരിക്കുന്ന ഐറ്റം ഏതാണോ ആ ഐറ്റം എടുത്തിട്ട് ഇവൻ അവിടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ നമ്മൾ അറേക്കകത്തിരിക്കുന്ന ഇൻഡിവിജ്വൽ എലമെൻസിനെ എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് ചെക്ക് ചെയ്തു. അത് കൂടാതെ തന്നെ അറേയുടെ സൈസ് എല്ലായ്പ്പോഴും ഫിക്സഡ് ആയിരിക്കും എന്നുള്ള കാര്യം കൂടി ഡിസ്കസ് ചെയ്തു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഒരു അറേക്കകത്തിരിക്കുന്ന എലമെൻസിനെ കൂടുതൽ ആക്സസ് ചെയ്യാൻ ഒരിക്കലും അവൻ ശ്രമിക്കരുത്. അതായത് ഔട്ട് ഓഫ് റേഞ്ചിലിരിക്കുന്ന എലമെൻസിനെ ആക്സസ് ചെയ്യാൻ അവൻ ശ്രമിക്കരുത്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ എൻ സ്റ്റുഡൻറ്റേജ് എന്ന് പറയുന്ന ഈ ഒരു അറേക്കകത്ത് ഇരിക്കുന്ന എലമെൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 5 എണ്ണമാണ്. പക്ഷെങ്കിൽ നമ്മളിവിടെ 5th ഇൻഡെക്സിനെ ആക്സസ് ചെയ്യാൻ നോക്കി. 5th ഇൻഡെക്സ് എന്ന് പറയുന്നത് 6th ഐറ്റമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറേക്കകത്ത് 5 എലമെൻസേ ഉള്ളൂ. നമ്മളിവിടെ പക്ഷെങ്കിൽ ആറാമത്തെ എലമെൻസിനെ അതായത് 5th ഇൻഡെക്സിലിരിക്കുന്ന സാധനത്തിനെ ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ എലമെൻറ്റിനെ ആക്സസ് ചെയ്യാൻ നോക്കുന്നു. ഇങ്ങനെ ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ അതിൻ്റെ ബിഹേവിയർ എന്തായിരിക്കും എന്നുള്ളത് സി പ്ലസ് പ്ലസ് അൺഡിഫൈൻഡ് ആണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ടാണ് സി പ്ലസ് പ്ലസ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് റോങ് ആയിട്ടിരിക്കുന്ന ഒരു വാല്യൂ കിട്ടാം, ചിലപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാം ക്രാഷ് ആവാം. അങ്ങനെ ഇന്നതിനെ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ഇന്ന ബിഹേവിയർ ആയിരിക്കും എന്നുള്ള ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ബിഹേവിയർ സി പ്ലസ് ഡിഫൈൻ ചെയ്തിട്ടില്ല. സി പ്ലസ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ ആക്സസ് ചെയ്യാൻ നോക്കുന്നത് അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ആക്സസ് ചെയ്യാൻ നോക്കരുത്. അങ്ങനെ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ പ്രോഗ്രാം ക്രാഷ് ആയി പോകാനുള്ള ചാൻസ് വരെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അറേ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ കെയർഫുൾ ആവേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും അറേയുടെ ബൗണ്ടറി എത്രയാണ് എന്നുള്ളത് നമ്മളുടെ പ്രോഗ്രാം ലോജിക്കിൽ അവെയർ ആക്കി വെക്കേണ്ടതും ഒരിക്കലും ആ പറഞ്ഞിരിക്കുന്ന അറേ ബൗണ്ടറിക്ക് കൂടുതൽ അറേനെ ഒരിക്കലും ആക്സസ് ചെയ്യാൻ നോക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഗ്രാം ക്രാഷ് ആയി പോകാനുള്ള ചാൻസ് വരെ ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അറേയുടെ മെമ്മറി സ്ട്രക്ചർ എങ്ങനെയാണ് ഉള്ളത് എന്ന് നോക്കാം അല്ലേ. നമ്മൾ ഇങ്ങനെ ഒരു നമ്മൾ നോർമൽ വേരിയബിളിൻ്റെ കേസ് ഡിസ്കസ് ചെയ്ത സമയത്ത് എങ്ങനെയാണ് സി പ്ലസ് പ്ലസ് അത് മെമ്മറിയിൽ എടുത്ത് വെക്കുന്നത് എന്നുള്ള കാര്യം നോക്കിയിരുന്നു. ഇനി അറേയുടെ കേസ് വരുന്ന സമയത്ത് അതെങ്ങനെയാണ് മെമ്മറിയിൽ ഇരിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്തു. v2 എന്ന് പറയുന്നത് അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ ആണ്. നമ്മൾ അതിൻ്റെ അകത്തേക്ക് 4 വാല്യൂസ് ഇനീഷ്യലൈസറിൻ്റെ അകത്ത് കൊടുത്തു. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് സി പ്ലസ് പ്ലസ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണെങ്കിൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഓരോരോ ഇൻഡിവിജ്വൽ എലമെൻസിനും ആ പർട്ടിക്കുലർ ഡാറ്റ ടൈപ്സിൻ്റെ റൂൾസ് ഫോളോ ചെയ്യണം. അതിൻ്റെ അകത്ത് എന്തൊക്കെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്ന് തീരുമാനിക്കുന്നതും അത് മെമ്മറിക്കകത്ത് എങ്ങനെ സേവ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതും അത് ആ അറേയുടെ ഡാറ്റ ടൈപ്പ് എന്താണോ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ v2 എന്ന് പറയുന്ന അറേയുടെ ഡാറ്റ ടൈപ്പ് കൊടുത്തിരിക്കുന്നത് ഇൻറ്റിജർ ആണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ എലമെൻസിലും ഇൻറ്റിജർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്സിൻ്റെ റൂൾസ് ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം നമ്മളിപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റത്തെ എലമെൻറ്റ് മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഇൻറ്റിജറിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 4 ആണെന്ന് വിചാരിക്കുക. അല്ല ഇപ്പോഴും 4 ആയിരിക്കില്ലേ. നമ്മൾ ഈ പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൽ 4 ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റ് അവൻ 4 ബൈറ്റിലായിരിക്കും എടുത്തു വെക്കുക. അതായത് 20 എന്ന് പറയുന്ന ഈ ഫസ്റ്റ് എലമെൻറ്റ് അവൻ മെമ്മറിക്കകത്ത് 4 ബൈറ്റിലായിരിക്കും എടുത്തു വെക്കുക. ഇനി അടുത്ത എലമെൻറ്റ് വരുന്ന സമയത്ത് ഈ 30 എന്ന് പറയുന്നത് അടുത്ത 4 ബൈറ്റിലായിരിക്കും എടുത്തു വെക്കുക. ഇവിടെ ചെക്ക് ചെയ്യേണ്ട പ്രത്യേകം കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിരിക്കും എല്ലായ്പ്പോഴും.
നമ്മളിപ്പോൾ ഫസ്റ്റത്തെ എലമെന്റ് 3, 4, 5, 6 എന്ന് പറയുന്ന അഡ്രസ്സിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ എലമെന്റ് എല്ലായ്പ്പോഴും 7, 8, 9 അതായത് 6 വരെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് എലമെന്റ് ഉള്ളതെങ്കിൽ നെക്സ്റ്റ് ബൈറ്റിലായിരിക്കും നെക്സ്റ്റ് എലമെന്റ് ഉണ്ടാവുക. ഇത് എല്ലായ്പ്പോഴും ഇങ്ങനെയായിരിക്കും. ഒരു അറേക്കകത്തിരിക്കുന്ന എല്ലാ എലമെന്റ്സും മെമ്മറിക്കകത്ത് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും എടുത്തു വെച്ചിരിക്കുന്നത്. ഒരിക്കലും 20 അല്ലെങ്കിൽ ഫസ്റ്റ് എലമെന്റ് ഒരു സ്ഥലത്തും 30 എന്ന് പറയുന്ന രണ്ടാമത്തെ എലമെന്റ് മെമ്മറിക്കകത്ത് വേറൊരു സ്ഥലത്തുമായിരിക്കില്ല. എല്ലായ്പ്പോഴും മെമ്മറിക്കകത്ത് ഇത് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും. അങ്ങനെയാണ് 40 വരുന്ന സമയത്ത് ഈ 10th വരെ 30 അല്ലെങ്കിൽ രണ്ടാമത്തെ എലമെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 11th എന്ന് പറയുന്ന മെമ്മറി അഡ്രസ്സ് തൊട്ടിട്ട് മൂന്നാമത്തെ എലമെന്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് 15 എന്ന് പറയുന്നത് തൊട്ടിട്ട് നാലാമത്തെ എലമെന്റും സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഒരു അറേ വരുന്ന സമയത്ത് സി പ്ലസ് ഇന്റേണലി മെമ്മറിക്കകത്ത് ഈ ഫോമിലായിരിക്കും അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉള്ളത് അല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇവിടെ ഒരു ക്യാരക്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ക്യാരക്ടർ അറേ ആയിരുന്നു ഉപയോഗിക്കുന്നതെങ്കിൽ ക്യാരക്ടർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ നോർമലി 1 ബൈറ്റ് ആണ് വേണ്ടതെങ്കിൽ അവൻ ഓരോരോ ബൈറ്റിലായിരിക്കും എടുത്തു വെക്കുക. 4 ബൈറ്റേ അവന് ടോട്ടലി വേണ്ടി വരുള്ളായിരുന്നു. അപ്പം അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. എന്താണോ ഡാറ്റ ടൈപ്പ് ആ ഡാറ്റ ടൈപ്പിന് എടുത്തു വെക്കാൻ എത്ര മെമ്മറി വേണോ അതിനനുസരിച്ചിട്ടായിരിക്കും അറേക്കകത്തിരിക്കുന്ന കണ്ടൻസും മെമ്മറിക്കകത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഓരോരോ ഇൻഡിവിജ്വൽ എലമെൻസിനെ നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കുകയെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് V2 എന്ന് പറയുന്ന ഒരു അറേ ഇവിടെയുണ്ട്. അതിൻ്റെ അകത്തിരിക്കുന്ന സീറോത്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ എലമെൻറ്റിനെ നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കുമ്പം സി പ്ലസ് ഇൻറ്റേർണലി എന്തൊക്കെയായിരിക്കും ചെയ്യുക എന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി വേരിയബിൾസ് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു. ഏതൊരു വേരിയബിൾ സി പ്ലസ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്തും ആ വേരിയബിൾ മെമ്മറിക്കകത്ത് എവിടെയാണോ എടുത്തു വച്ചിരിക്കുന്നത് ആ സ്റ്റാർട്ടിങ് അഡ്രസ്സ് സി പ്ലസ് എടുത്തു വെക്കും എന്നുള്ളത് എക്സാക്ട്ലി അതുപോലെ ആയിരിക്കണം എന്നില്ല. സി പ്ലസ് പല മെക്കാനിസം ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് അത് ഇൻറ്റേർണലി എടുത്തു വെക്കുക. പക്ഷേങ്കിൽ ബേസിക്കലി ഹയർ ലെവൽ നമുക്ക് ചിന്തിക്കുമ്പം ആ വേരിയബിൾ മെമ്മറിക്കകത്ത് എവിടെയാണോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ അഡ്രസ്സ് എടുത്തു വെച്ചിരിക്കും. ഇത് വേരിയബിളിൻ്റെ റൂളാണ്. അറേ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്തും സെയിം തന്നെയായിരിക്കും അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് എടുത്തു വെച്ചിട്ടുണ്ടാവും. ഓക്കെ, രണ്ടാമത് എടുത്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി പ്ലസിൻ്റെ അകത്ത് ഡാറ്റ ടൈപ്പ് എന്താണോ ആ ഡാറ്റ ടൈപ്പിന് മെമ്മറിക്കകത്ത് സേവ് ചെയ്യാൻ എത്ര സ്റ്റോറേജ് വേണം എന്നുള്ള ഇൻഫർമേഷനും സി പ്ലസിൻ്റെ കയ്യിലുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഈ രണ്ട് ഇൻഫർമേഷൻ ഉണ്ട്. അപ്പം നമ്മൾ V2 എന്ന് പറയുന്ന ഈ അറേയുടെ കേസ് വരുന്ന സമയത്ത് V2 സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് 3 എന്ന് പറയുന്ന അഡ്രസ്സ് തൊട്ടിട്ടാണ് എന്ന ഇൻഫർമേഷൻ സി പ്ലസ് എടുത്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ. ഈ തേർഡ് അഡ്രസ്സ് തൊട്ടിട്ടാണ് V2 എന്ന് പറയുന്ന ഈ പറഞ്ഞിരിക്കുന്ന വേരിയബിൾ എടുത്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ഇൻഫർമേഷൻ ഉണ്ട്. അതുകൂടാതെ ഈ പറഞ്ഞിരിക്കുന്ന V2ൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്. ഇൻറ്റിജർ നമ്മളെ പ്ലാറ്റ്ഫോമിൽ 4 ബൈറ്റാണ് യൂസ് ചെയ്യുന്നത് എന്ന ഇൻഫർമേഷനും കൂടി സി പ്ലസിനുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഇൻഡെക്സിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഐറ്റത്തെ ആക്സസ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല വെച്ചിട്ടായിരിക്കും അവൻ ആ പർട്ടിക്കുലർ ബൈറ്റിനെ മെമ്മറിക്കകത്ത് നിന്ന് പോയി റീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഈ പറഞ്ഞിരിക്കുന്ന V2 ഓഫ് 0 എന്ന് പറയുന്നത് ഈ അറേക്കകത്തിരിക്കുന്ന ഒരു സിംഗിൾ എലമെൻ്റ് ആണ്. സിംഗിൾ എലമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതൊരു ഇൻറ്റിജർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ആക്സസ് വരുന്ന സമയത്ത് ആ പർട്ടിക്കുലർ എലമെൻറ്റിനെ മാത്രമേ സി പ്ലസ് ആക്സസ് ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യമുള്ളൂ അല്ലേ. ആ എലമെൻ്റ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആണ്. ആ 4 ബൈറ്റ്സിനെ മാത്രം നമുക്ക് റീഡ് ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ആകുമ്പം അവൻ യൂസ് ചെയ്യുന്നത് അവൻ സ്റ്റാർട്ടിങ് അഡ്രസ്സ് എന്താണോ അതിൻ്റെ കൂടെ ഈ പർട്ടിക്കുലർ ഏത് ഇൻഡെക്സിൻ്റെ അകത്തിരിക്കുന്ന എലമെൻറ്റിനെയാണോ നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കുന്നത് ആ ഇൻഡെക്സ് ഇൻറ്റു സൈസ് ഓഫ് ദ ഡാറ്റ ടൈപ്പ് ആയിരിക്കും. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫോർമുലയാണ്. അതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി ഇല്ല. അപ്പോൾ നമ്മളിപ്പം 0th ഇൻഡെക്സിലിരിക്കുന്ന സാധനമാണ് നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സി പ്ലസിൻ്റെ അകത്ത് V2 എടുത്ത് വെച്ചിരിക്കുന്ന സ്റ്റാർട്ടിങ് അഡ്രസ്സ് 3 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ അവൻ 3 + 0 എന്ന് പറയുന്നത് ഇൻഡെക്സ് ഏത് ഇൻഡെക്സിലിരിക്കുന്ന സാധനമാണോ ഉള്ളത് അതിന് 4 എന്ന് പറയുന്നത് ഇൻറ്റിജറിനെ നമുക്ക് മെമ്മറിക്കകത്ത് എടുത്ത് വെക്കാൻ വേണ്ട ബൈറ്റുകളുടെ കൗണ്ട്. അങ്ങനെയാണെങ്കിൽ അവൻ 3 + 0 × 4 0 ആവും. 3 + 0 തേർഡ് അഡ്രസ്സിൻ്റെ അകത്തിരിക്കുന്ന 4 ബൈറ്റിനെ
ഈ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ ആയതുകൊണ്ട് 4 ബൈറ്റ് ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ തേർഡ് മെമ്മറി അഡ്രസ് തൊട്ടിട്ട് 4 ബൈറ്റ് റീഡ് ചെയ്ത് കൊണ്ടുവന്ന് അതിവിടെ സേവ് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിൻ്റെ അകത്തേക്ക് അസൈൻ ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ തേർഡ് ഐറ്റമാണ് ആക്സസ് ചെയ്യാൻ നോക്കുന്നതെന്ന് വിചാരിക്കുക. തേർഡ് ഇൻഡെക്സിൻ്റെ അകത്തിരിക്കുന്ന തേർഡ് ഐറ്റം അല്ല, തേർഡ് ഇൻഡെക്സിൻ്റെ അകത്തിരിക്കുന്ന ഐറ്റമാണ് എന്നുള്ളത് ഇവിടെ സ്റ്റാർട്ടിംഗ് അഡ്രസ് സെയിം ആണ് അല്ലേ. V2 എന്ന് പറയുന്ന ഇതിപ്പോൾ തേർഡ് ആയാലും ഫസ്റ്റ് ആയാലും ഏത് എലമെൻ്റ് ആയാലും V2വിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എന്ന് പറയുന്നത് 3 തന്നെയാണ്. ആ പറഞ്ഞിരിക്കുന്ന സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് അല്ലെങ്കിൽ ഈ അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് മാത്രമാണ് എടുത്ത് വെക്കുക. അല്ലാതെ ഓരോരോ ഇൻഡിവിജ്വൽ എലമെൻറ്റിൻ്റെയും സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് അവൻ എടുത്ത് വെക്കില്ല. ഈ എൻ്റെയർ അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് മാത്രമേ എടുത്ത് വെക്കുള്ളൂ. എന്ന് പറയുന്നത് 3 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 3+3 എന്ന് പറയുന്നത് തേർഡ് എലമെൻറ്റിനെയാണ് നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കുന്നത്. തേർഡ് ഇൻഡെക്സ് ആണ് 3 × 4. അപ്പം 3 × 4 എന്ന് പറയുമ്പോൾ 12. അപ്പം ഇവിടെ നിന്ന് 12 ബൈറ്റ് ഇങ്ങോട്ട് പോകുന്ന സമയത്തായിരിക്കും നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന തേർഡ് ഇൻഡെക്സ് ഇരിക്കുന്ന സാധനം ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് അവന് വളരെ സിമ്പിളായിട്ട് എത്താൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ളൊരു മാത്തമാറ്റിക് ഫോർമുലയാണ്. അവിടെ യാതൊരുവിധ ഇതുമില്ല. ഇങ്ങനെ അരിത്തമെറ്റിക് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ ഇൻഡെക്സിൻ്റെ അകത്തിരിക്കുന്ന കണ്ടന്റിനെ എടുത്തു കൊണ്ടുവരാൻ പറ്റും. അപ്പം ഇവൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ V2 എന്നാണ് പറയുന്നതെങ്കിൽ അവൻ ഇത്രയും മെമ്മറി പോയി 15 തൊട്ടിട്ട് ഉള്ള 4 ബൈറ്റുകൾ എടുത്തു കൊണ്ടുവരികയായിരിക്കും ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന അറേയുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 എന്ന് പറയുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് അവൻ എല്ലായ്പ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന സിമ്പിൾ ഫോർമുല വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. കാരണം 0th എലമെൻറ്റ് ഫസ്റ്റ് എലമെൻറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എവിടെയാണോ ഉള്ളത് അവിടെ തന്നെയായിരിക്കും അവൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫോർമുല വരുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് 0 ആയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന എലമെൻറ്റിൻ്റെ അകത്ത് തന്നെയായിരിക്കും ഫസ്റ്റത്തെ എലമെൻറ്റ് ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു ഫോർമുലയിലേക്ക് അവന് എത്താനും പറ്റും. അതുകൊണ്ടാണ് സി പ്രോസസ്സിൻ്റെ അകത്തിരിക്കുന്ന ഇൻഡെക്സ് എല്ലായ്പ്പോഴും 0 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും എനിക്ക് തോന്നുന്നു. ഓക്കെ. അപ്പം മെമ്മറി സ്ട്രക്ചർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അകത്തിരിക്കുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് അറേ എല്ലായ്പ്പോഴും മെമ്മറിക്കകത്ത് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു മാത്തമാറ്റിക്കൽ ഫോർമുല വെച്ച് കഴിഞ്ഞാൽ തന്നെ അവന് ഓരോരോ ഇൻഡിവിജ്വൽ എലമെൻറ്റ്സിൻ്റെയും ആവശ്യമുള്ള മെമ്മറിയെ റീഡ് ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ. ഇത് നമുക്ക് ഇനിയിപ്പോൾ നമ്മളൊരു ബൂലിയൻ വേരിയബിൾ ആണ് നമ്മൾ ബൂലിയൻ്റെ അറേയാണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ബൈറ്റ് വേണ്ടി വരും? നമ്മളുടെ എത്രയാണോ സൈസ് ആ പറഞ്ഞിരിക്കുന്ന അറേയുടെ ഡാറ്റ ടൈപ്പ് എന്താണോ അതിൻ്റെ സൈസ്. അപ്പം 10 × സൈസ് ഓഫ് ബൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ബി സ്റ്റാറ്റസ് എന്ന് പറയുന്ന അറേ മെമ്മറിക്കകത്ത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് എത്ര ബൈറ്റ് വേണം എന്ന് നമുക്ക് അറിയാൻ പറ്റും. നോർമലി സൈസ് ഓഫ് ബൂൾ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അറേ സൈസ് 10, സൈസ് ഓഫ് ബൂൾ 1, 10 ബൈറ്റ് വേണ്ടി വരും. അതേപോലെ തന്നെ നമ്മളുടെ ഒരു ക്യാരക്ടറിൻ്റെ കേസ് നോക്കുകയാണെന്ന് വിചാരിക്കാം. നമ്മൾ 5 സൈസുള്ള CNAME എന്ന് പറയുന്ന ഒരു അറേ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മെമ്മറിക്കകത്ത് എത്ര ബൈറ്റുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 എന്ന് പറയുന്നത് അറേയുടെ സൈസ് ഇൻറ്റു സൈസ് ഓഫ് ഡാറ്റ ടൈപ്പ് അല്ലെ ക്യാരക്ടർ എന്ന് പറയുന്നത് നോർമലി 1 ബൈറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ CNAME എന്ന് പറയുന്ന ഈ അറേ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 5 ബൈറ്റ് മതിയാവും. ഓക്കെ. ഇനി ഒരു കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, അറേയുടെ സൈസ് എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ഹാർഡ് കോഡഡ് ആയിട്ടുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു വാല്യൂ ആയിരിക്കണം. ഇതേപോലെ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് ആ വേരിയബിൾ നമുക്ക് അറേയുടെ സൈസായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറേയുടെ സൈസ് വേരിയബിൾ നമുക്ക് മാറ്റാൻ പറ്റും അല്ലേ. array size = 5 എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റീഅസൈൻ ഒക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ വേരിയിങ് ആയിരിക്കുന്ന ഒരു അറേ സൈസ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന അറേക്ക് കൊടുക്കാൻ പറ്റില്ല. അത് വാലിഡ് അല്ല. സി പ്രോസസ്സിൻ്റെ അകത്ത് കമ്പൈലേഷൻ എറർ അടിക്കും. എല്ലായ്പ്പോഴും അത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അത് റൂളാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങളൊരു അബ്സല്യൂട്ട് ബിഗിനേഴ്സ് ആണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സെഷൻ ഒന്ന് സ്കിപ്പ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് അല്ലെങ്കിൽ കേട്ടിരുന്നാലും ഓക്കെയാണ്. പക്ഷേ ഇത് 100% ഇതിൽ പറയുന്ന കാര്യം മനസ്സിലായിട്ടില്ലെങ്കിലും അത് ഓക്കെയാണ്. നിങ്ങൾ കോഴ്സ് കുറേ പഠിച്ചു കഴിയുന്ന സമയത്ത് തിരിച്ചൊന്ന് വന്നിട്ട് കേട്ടിരുന്നാലും മതി. ഓക്കെ. അപ്പം എന്തുകൊണ്ടായിരിക്കാം സി പ്ലസ് പ്ലസിലെ അറേയുടെ സൈസ് എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അറേക്കകത്ത് നമ്മൾ പറഞ്ഞിരുന്നു എല്ലാ ഡേറ്റയും എല്ലാ വേരിയബിളും സേവ് ചെയ്യുന്നത് മെമ്മറിക്കകത്താണ്. സി പ്ലസ് പ്ലസ് മെമ്മറിയെ ബേസിക്കലി 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
ഒന്നെന്ന് പറയുന്നത് സ്റ്റാക്ക് മെമ്മറി എന്ന് പറയുന്നതും ഒന്നെന്ന് പറയുന്നത് ഹീപ്പ് മെമ്മറി എന്നുള്ളത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഹീപ്പ് മെമ്മറി എന്താണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു കോഡ് നമ്മളുടെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻറ് ഏജ് എന്ന് പറയുന്ന ഒരു അറേയും നമ്പർ ഓഫ് ഡിവിഷൻസ് എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ വേരിയബിളും. ഓക്കെ. അപ്പം എല്ലാ വേരിയബിളും മെമ്മറിക്കകത്താണ് എടുത്തു വെക്കുന്നത്. ഇതേപോലെയുള്ള ലോക്കൽ സ്കോപ്പിനകത്തിരിക്കുന്ന വേരിയബിൾസ് ആണെങ്കിൽ അത് സ്റ്റാക്ക് മെമ്മറിക്കകത്തായിരിക്കും സി പ്ലസ് പ്ലസ് എടുത്തു വെക്കുന്നത്. ഓക്കെ. അപ്പം നമുക്കിവിടെ 2 വേരിയബിൾസ് ഉണ്ട്. സ്റ്റുഡൻറ് ഏജും നമ്പർ ഓഫ് ഡിവിഷൻസ് എന്ന് പറയുന്ന 2 വേരിയബിൾസും. ഈ 2 വേരിയബിൾസും നമുക്ക് മെമ്മറിക്കകത്ത് എടുത്തു വെക്കണം അല്ലേ? അപ്പം ഈ സ്റ്റാക്ക് മെമ്മറിയെ തന്നെ ഓരോരോ പർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ അകത്തിരിക്കുന്ന വേരിയബിൾസിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്റ്റാക്കിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ സ്റ്റാക്ക് ഫ്രെയിം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മെയിൻ എന്ന് പറയുന്ന ഈ ബ്ലോക്ക് ഓഫ് കോഡ് ഈ പർട്ടിക്കുലർ സ്കോപ്പിനകത്തിരിക്കുന്ന എല്ലാ ലോക്കൽ വേരിയബിൾസിനെയും ആ പർട്ടിക്കുലർ സ്കോപ്പിന് വേണ്ടി അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റാക്ക് ഫ്രെയിമിനകത്തായിരിക്കും നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പം നമ്മളിപ്പം ഇതിപ്പം മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ സ്റ്റാക്ക് ഫ്രെയിം ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 വേരിയബിൾസ് ഇവിടെ സേവ് ചെയ്ത് വെക്കണം. ഈ 2 വേരിയബിൾസ് സി പ്ലസ് പ്ലസ് സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാക്കിൻ്റെ തുടക്കത്തിലായിരിക്കും. അല്ലെങ്കിൽ സ്റ്റാക്കിൻ്റെ അകത്ത് നിന്ന് ഇത്ര ഡിസ്റ്റൻസിലായിരിക്കും എല്ലായ്പ്പോഴും അവൻ സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് അവനുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എല്ലായ്പ്പോഴും ഒരു ഫിക്സഡ് സ്ഥലത്തായിരിക്കും ഇവൻ ഉണ്ടാവുക. അതായത് ഈ സ്റ്റാക്ക് മെമ്മറിയുടെ തുടക്കം തൊട്ടിട്ട് ഇത്ര ഡിസ്റ്റൻസിലായിരിക്കും സ്റ്റുഡൻറ് ഏജ് ഉണ്ടാവുക എന്നവന് എല്ലായ്പ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഏത് വേരിയബിളിൻ്റെ കേസിലായാലും ഇന്ന മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് സ്റ്റാക്ക് ഫ്രെയിം തൊട്ടിട്ട് ഇത്ര ലൊക്കേഷനിലായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റുഡൻറ് ഏജ് ഉണ്ടാകുക, ഈ ലൊക്കേഷനിലായിരിക്കും ഇവൻ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റും. അതായത് ഓഫ്സെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഓരോരോ ലോക്കൽ വേരിയബിളിൻ്റെയും ഇരിക്കുന്ന മെമ്മറി ലൊക്കേഷൻ ഏതാണ് എന്ന് സി പ്ലസ് പ്ലസിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ സ്റ്റുഡൻറ് ഏജിൻ്റെ കേസ് ആണെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്റ്റുഡൻറ് ഏജ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഈ പറഞ്ഞിരിക്കുന്ന ലോക്കൽ സ്കോപ്പിൽ ഫസ്റ്റത്തെ വേരിയബിൾ ആണെങ്കിൽ അത് ഫസ്റ്റ് തന്നെയായിരിക്കും ഉണ്ടാവുക. ഈ പറഞ്ഞിരിക്കുന്ന അറേ എന്ന് പറയുന്നത് 5 ആണ്, ഇൻറ്റിജർ ആണ്. അപ്പോൾ ടോട്ടൽ അവന് 20 ബൈറ്റ്സ് ഓഫ് മെമ്മറി വേണ്ടി വരും. അങ്ങനെയാണ് തുടക്കം തൊട്ടിട്ട് 20 ബൈറ്റ്സ് വരെ, ഇതിൻ്റെ ബിഗിനിങ് തൊട്ടിട്ട് 20 ബൈറ്റ്സ് വരെ സ്റ്റുഡൻറ് ഏജ് എന്ന് പറയുന്ന വേരിയബിൾ ആയിരിക്കും എന്ന് സി പ്ലസ് പ്ലസിന് അറിയാൻ പറ്റും അല്ലേ? അത് കഴിഞ്ഞിട്ട് അവൻ നെക്സ്റ്റ് വരുന്ന വേരിയബിൾ ആണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് ഡിവിഷൻ എന്ന് പറയുന്ന സാധനം എല്ലായ്പ്പോഴും സ്റ്റാർട്ട് ചെയ്യുക ഈ സ്റ്റാക്ക് ഫ്രെയിമിൻ്റെ തുടക്കം തൊട്ട് +20 നിന്നായിരിക്കും. കാരണം 20 ഇവന് വേണ്ടി യൂസ് ചെയ്യും അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇവൻ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ എല്ലായ്പ്പോഴും +20 നിന്നായിരിക്കും ഇവൻ എടുക്കുക എന്നുള്ളത് പറയാൻ പറ്റും. അതായത് സി പ്ലസ് പ്ലസിന് ഇവിടെ ഓരോരോ ലോക്കൽ വേരിയബിളും ഉണ്ടായിരിക്കുന്ന മെമ്മറിക്കകത്തിരിക്കുന്ന ലൊക്കേഷനെ ഒരു ഓഫ്സെറ്റ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ഇതിപ്പോൾ 20 എന്ന് പറയുന്ന ബിഗിനിങ് ഓഫ് ദ സ്റ്റാക്ക് മെമ്മറി തൊട്ടിട്ട് 20 എന്ന് പറയുന്ന ലൊക്കേഷനിലായിരിക്കും ഇവൻ ഉണ്ടാവുക എന്നുള്ളത് എല്ലായ്പ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം സി പ്ലസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഈ പറഞ്ഞിരിക്കുന്ന കോഡിനെ കമ്പൈൽ ചെയ്തിട്ട് ബൈനറി ആക്കുന്ന സമയത്ത് അവൻ ഇതേപോലെയുള്ള ഓഫ്സെറ്റ് മെക്കാനിസം വെച്ചിട്ടായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന ഓരോരോ വേരിയബിളിൻ്റെയും ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത്. അവന് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റുഡൻറ് ഏജ് ഇന്ന മെമ്മറിയിലായിരിക്കും ഉണ്ടാവുക, ഈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഇന്ന മെമ്മറിയിലായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് അഡീഷണൽ ആയിട്ട് ഒരു ഇൻഫർമേഷൻ കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആണ് അവൻ കീപ്പ് ചെയ്യുന്നതെങ്കിൽ എല്ലായ്പ്പോഴും ആ ലോക്കൽ വേരിയബിളിനെ നമ്മുടെ കോഡിൽ ആക്സസ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇവൻ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടി ഫെച്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമായിരുന്നു. അത് കുറച്ചും കൂടെ പെർഫോമൻസ് ഡിലേ ആക്കും അല്ലേ? പക്ഷേങ്കിൽ അങ്ങനെ ഒരു കാര്യം ഫെച്ചിങ് ഒന്ന് ഒഴിവാക്കിയിട്ട് ഇവൻ എല്ലായ്പ്പോഴും ഇന്ന ഓഫ്സെറ്റിൻ്റെ അകത്ത് നിന്ന് ഇത്ര പോയി കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻറ് ഏജ് കിട്ടും എന്നുള്ളത് കമ്പൈലേഷൻ ടൈമിൽ തന്നെ അവന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പോൾ ആ ഓഫ്സെറ്റ് വെച്ചിട്ട് അവന് കോഡ് ഉണ്ടാക്കാൻ പറ്റും. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് കമ്പൈൽ ചെയ്യുന്ന കോഡ് ആ ഓഫ്സെറ്റ് വെച്ചിട്ട് അവന് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അങ്ങനെ ഓഫ്സെറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവന് കുറച്ചും കൂടെ പെർഫോമൻസോട് കൂടി വർക്ക് ചെയ്യാൻ പറ്റും.
ഇങ്ങനെ ഓഫ്സെറ്റ് വെച്ച് വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് എല്ലായ്പ്പോഴും അറേയുടെ സൈസ് ഫിക്സഡ് ആയിരിക്കണം എന്ന് പറയുന്നത്. വേറെ ഡാറ്റ ടൈപ്പിൻ്റെ കേസൊക്കെ ആണെങ്കിൽ ഇതെല്ലാം ഇപ്പോഴും ഫിക്സഡ് ആണ് അല്ലേ? ഈ പറഞ്ഞിരിക്കുന്ന ഇൻറ്റിജർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഇത്ര ബൈറ്റിലായിരിക്കും എടുത്ത് വെക്കുക എന്നുള്ളത് C++ ഡിഫൈൻഡ് ആണ്. പക്ഷെങ്കിൽ ഇവൻ്റെ കേസിൽ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു നമ്പർ വരാനുള്ള ഒരു പോസിബിലിറ്റി അവിടെയുണ്ട് അല്ലേ? അതായത് നമ്മളിപ്പം 5ന് പകരം ഇവിടെ വേരിയബിൾ ആയിട്ടുള്ള, അതായത് വേറെ എവിടുന്നോ കൺട്രോൾ ചെയ്യുന്ന ഒരു വേരിയബിൾ ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ സൈസ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ എല്ലായ്പ്പോഴും 20 എന്ന് പറയുന്ന ഒരു ഓഫ്സെറ്റിലേക്ക് അവന് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിപ്പം ഒരിക്കൽ 10ഉം ഒരിക്കൽ 20ഉം ആണ് ഉള്ളതെങ്കിൽ 10 അറേയുടെ സൈസ് 10 ആണെങ്കിൽ അവന് 40 ബൈറ്റും 20 ആണെങ്കിൽ അവന് 80 ബൈറ്റിൻ്റെയും അപ്പുറത്തായിരിക്കും ഇത്. അപ്പം ആ ഓഫ്സെറ്റ് എന്ന് പറയുന്ന സാധനം ഡൈനാമിക് ആവുന്നത് കൊണ്ട് അവൻ ഈ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെയുള്ള ഒരു ഓഫ്സെറ്റ് വെച്ചിട്ടുള്ള ഒരു കോഡ് ഉണ്ടാക്കാൻ അവൻ പറ്റില്ല. അപ്പം ആ മെക്കാനിസം ഓഫ്സെറ്റ് വെച്ചിട്ടുള്ള ഒരു മെക്കാനിസം വെച്ചിട്ട് കോഡ് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനം അവന് പോസിബിൾ അല്ലാതെ വരും. അപ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു, ഓഫ്സെറ്റ് വെച്ച് ഇതാക്കുന്ന സമയത്ത് അവന് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന മെമ്പർ വേരിയബിൾസിൻ്റെ മെമ്മറിയെ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. അതില്ലാത്തൊരു സിറ്റുവേഷൻ വന്നു പോകും അല്ലേ? അപ്പം അത് ഇല്ലാത്ത സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഈ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു എക്സിക്യൂഷൻ മെക്കാനിസം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കോഡ് ജനറേഷൻ മെക്കാനിസം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുമാണ് C++ൻ്റെ അകത്ത് എല്ലായ്പ്പോഴും അറേയുടെ സൈസ് ഈ പറഞ്ഞ പോലെ ഫിക്സഡ് ആക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ. ഇത് മേ ബി കുറച്ച് ബിഗിനർ ലെവലിൽ നിന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇത് പിന്നീട് എപ്പോഴെങ്കിലും വന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ഓക്കെയാണ്. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു, ഒരു അറേയുടെ ഔട്ട് ഓഫ് റേഞ്ചിലിരിക്കുന്ന സാധനം ഒരിക്കലും നമ്മൾ ആക്സസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അത് ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുകയാണ്, അതൊരു ഡോക്ടർ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് വിചാരിക്കാം. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് 2 വേരിയബിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. പേഷ്യൻ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു വേരിയബിളും പേഷ്യൻ്റ് ഏജ് എന്ന് പറയുന്ന ഒരു വേരിയബിളും. അപ്പം ഇത് പേഷ്യൻ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു അറേയാണ്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. ഇതുകൊണ്ട് നമ്മൾ ഇതിലെടുത്ത് വെക്കാൻ പോകുന്നത് ലാസ്റ്റ് 3 ഡേയ്സിൽ ഒരു പേഷ്യൻറ്റിൻ്റെ ടെമ്പറേച്ചർ ആണെന്ന് വിചാരിക്കാം, ബോഡി ടെമ്പറേച്ചർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡോക്ടർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബോഡി ടെമ്പറേച്ചർ വന്നൊരു സിറ്റുവേഷൻ വന്നെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് ബൈ മിസ്റ്റേക്ക് 3 എന്ന് പറയുന്നതിന് പകരം 4 എന്ന് പറയുന്നൊരു വാല്യൂ ഡോക്ടർ ആക്സസ് ചെയ്തു. ആ ആക്സസ് ചെയ്തപ്പം 4 എണ്ണം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാതെ നമ്മളുടെ കോഡിൻ്റെ അകത്ത് ശരിക്കും എല്ലാ പ്രോഗ്രാമും ഈവൻ ദോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആൾ റോങ് ആയിട്ടുള്ളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും കോഡിൻ്റെ അകത്ത് നമ്മൾ ഇവൻ്റെ അറേ സൈസ് ഇത്രയാണ്, ഇതിൽ കൂടുതൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല, 3 ദിവസത്തെ വാല്യൂവേ ഉള്ളൂ, 4 ദിവസത്തെ വാല്യൂ ഇല്ല എന്നുള്ള ഒരു എറർ മെസ്സേജ് ഒക്കെ ആയിരുന്നു നമ്മൾ ഡോക്ടേഴ്സിന് തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ആരാണോ ഉപയോഗിക്കുന്നത് അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു ചെക്കിംഗ് ഒന്നും നമ്മുടെ കോഡിലില്ലാതെ നമ്മളൊരു കോഡിംഗ് ബഗ് അല്ലെങ്കിൽ കോഡിംഗ് മിസ്റ്റേക്ക് കാരണം 4 എന്ന് പറയുന്ന സാധനം എൻ്റർ ചെയ്തപ്പോൾ തന്നെ നമ്മൾ 4 എണ്ണത്തിനെ ആക്സസ് ചെയ്യാൻ നോക്കി എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം നമ്മൾ 4 എണ്ണത്തിനെ ആക്സസ് ചെയ്യാൻ നോക്കിയ സമയത്ത് എന്ത് സംഭവിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഓരോരോ സാധനം ആക്സസ് ചെയ്യാൻ നോക്കുമ്പോഴും അവൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് 4 വാല്യൂസ് എടുക്കും, രണ്ടാമത്തെ എടുക്കുമ്പം 4 ബൈറ്റ് എടുക്കും, ഇൻറ്റിജർ ആയതുകൊണ്ടാണ് 4 ബൈറ്റ് എന്ന് പറയുന്നത്. അടുത്ത 4 ബൈറ്റ് എടുക്കും, അവൻ അടുത്ത 4 ബൈറ്റും എടുക്കും. ഈവൻ ദോ ആ പറഞ്ഞിരിക്കുന്ന അറേയുടെ സൈസ് എന്ന് പറയുന്നത് 3 ആണെങ്കിലും നമ്മൾ ഇൻഡെക്സ് 3 എന്ന് പറഞ്ഞാൽ 4ാമത്തെ ഐറ്റത്തിനെ ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ അവൻ മെമ്മറിക്കകത്ത് എന്താണോ ഉള്ളത് അത് എടുത്തുകൊണ്ട് വരും. ഈ കേസിൽ നമുക്ക് 2 വേരിയബിൾ അടുത്തടുത്ത് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ C++ ഈ പറഞ്ഞിരിക്കുന്ന പേഷ്യൻ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന വേരിയബിളും പേഷ്യൻറ്റേജ് എന്ന് പറയുന്ന വേരിയബിളും അടുത്തടുത്തായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അടുത്തടുത്ത് അല്ലാതെയും സ്റ്റോർ ചെയ്ത് വെക്കാം. പക്ഷേ അടുത്തടുത്താണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് വന്നതെങ്കിൽ അവൻ ഈ 4 എണ്ണവും റീഡ് ചെയ്യും. പക്ഷേങ്കിൽ അവസാനത്തത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ആയിരുന്നില്ല. പക്ഷേ നമ്മളുടെ പ്രോഗ്രാമിൻ്റെ എറർ കാരണം നമ്മൾ അറേയുടെ സൈസിനേക്കാളും കൂടുതൽ ഇരിക്കുന്ന വാല്യൂവിനെ ആക്സസ് ചെയ്യാൻ നോക്കി. അപ്പോൾ എന്ത് സംഭവിക്കും? 37, 36, 36, 36, 48 എന്ന് പറയുന്ന വാല്യൂ കൂടി എടുത്തിട്ടായിരിക്കും അവൻ ആവറേജ് കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ടാവുക. അതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ആയിട്ടുള്ളൊരു ബോഡി ടെമ്പറേച്ചറിലോട്ട് എത്തും. അപ്പോൾ ഡോക്ടർക്ക് കാണുമ്പോൾ എന്തായിരിക്കും കാണുന്നത്? ഇതിൻ്റെ 4 വാല്യൂസിൻ്റെയും ആവറേജ് ആയിരിക്കും കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പേഷ്യൻറ്റിന് ടെമ്പറേച്ചർ ഉണ്ട് അല്ലെങ്കിൽ ഫീവർ ഉണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഡോക്ടർ എത്തിപ്പോവും അല്ലേ? അപ്പം ഇങ്ങനെയുള്ളൊരു കോഡിങ് എറർ കാരണം ഒരു പേഷ്യൻറ്റിൻ്റെ ഡയഗ്നോസിസിൽ തന്നെ
ഡിഫറൻസ് വരുത്തുന്ന ഒരു സിറ്റുവേഷനിലോട്ട്, ഒരു ഭീകരമായ ഒരു എററിലോട്ട് നമ്മൾ പോയി അല്ലേ. അപ്പം ഇതിന് ശേഷമായിരിക്കോ ഈ 48 പെർസെൻറ്റേജ് എടുത്ത് വെക്കുക എന്നുള്ളതൊക്കെ സി പ്ലസ് പ്ലസ് ഡിഫൈൻ ചെയ്യുന്നതാണ്. അപ്പം അതിന് ശേഷം എന്താണോ ഡാറ്റ ഇരിക്കുന്നത് ആ ഡാറ്റ വെച്ചിട്ടായിരിക്കും ഇവൻ 4ാമത്തെ വാല്യൂവിനെ ആക്സസ് ചെയ്യുക, അല്ലെങ്കിൽ 4ാമത്തെ വാല്യൂവിനെ ബിൽഡ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഒരിക്കലും ഈ പറഞ്ഞിരിക്കുന്ന അറേയുടെ ബൗണ്ടറിക്ക് പുറമെ നിന്ന് വാല്യൂസിനെ ആക്സസ് ചെയ്യാൻ നോക്കാത്തത്. അത് വളരെ അൺഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ നമുക്ക് തരും. നമ്മളുടെ പ്രോഗ്രാം എൻറ്റയർലി റോങ് ആയിട്ട് വർക്ക് ചെയ്യുക. അതിൻ്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഡിഫറൻ്റ് ആയിരിക്കാം. ഇങ്ങനെയുള്ള കോൺസിക്വൻസസ് അതായത് അത് വളരെ വലുതാണ് അല്ലേ. ഒരു എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ വാല്യൂ ആയിരിക്കും ആ പേഷ്യൻറ്റിന് കിട്ടുന്നത്. നമുക്ക് എന്താ ചിന്തിക്കാൻ പറ്റും, നമുക്ക് ഫീവർ ഉണ്ട് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് അവിടെ ഡോക്ടർ എത്തുന്ന ഒരു സിറ്റുവേഷൻ വന്നു പോകും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഇങ്ങനെയുള്ള പ്രത്യാഘാതങ്ങളെല്ലാം അറേ ബൗണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വരും. ഓക്കെ. ആം, ഇനി ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, അറേ ഔട്ട് ഓഫ് റേഞ്ചിൻ്റെ അകത്തിരിക്കുന്ന മെമ്പറിനെ ആക്സസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഒരു ബിഹേവിയറിനെ പറ്റിയാണ് നമ്മളിവിടെ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതല്ലാതെ വേറൊരു പോസിബിലിറ്റിയും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് 2 വേരിയബിൾസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന തൊട്ട് മുമ്പത്തെ കേസിൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് കോൺസിക്വൻറ്റ് മെമ്മറിയിൽ തന്നെയായിരുന്നു അവൻ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ റീഡ് ചെയ്തിട്ട് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമ്മൾ കൊടുത്തത്. ഇനി വേറൊരു കേസ് എന്ന് പറയുന്നത്, മെമ്മറി നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ അലോക്കേറ്റ് ചെയ്തിരിക്കണം. സി പ്ലസ് പ്ലസ് അത് ഇൻറ്റേർണലി ആണ് ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ അറേ സ്റ്റോർ ചെയ്ത് നെക്സ്റ്റ് ഇരിക്കുന്ന മെമ്മറി സംടൈംസ് ഇൻവാലിഡ് ആവുന്ന ഒരു സിറ്റുവേഷനും വരാം. വാലിഡ് ആവുക എന്ന് പറഞ്ഞാൽ അത് അലോക്കേറ്റ് ചെയ്യപ്പെടാത്തൊരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ പുറമേ ഇരിക്കുന്ന, അതായത് 3 കഴിഞ്ഞു 4ാമത്തെ എലമെൻറ്റിനെ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അവൻ ഈ പർട്ടിക്കുലർ മെമ്മറിയെ ആക്സസ് ചെയ്യാൻ നോക്കും. ഈ പർട്ടിക്കുലർ മെമ്മറി ആ സമയത്ത് ഇൻവാലിഡ് ആവുക, അല്ലെങ്കിൽ അത് അലോക്കേറ്റ് ചെയ്യപ്പെടാതൊരു സിറ്റുവേഷൻ ആയിരുന്നുവെങ്കിൽ ആ മൊമെൻറ്റിൽ നമ്മളുടെ പ്രോഗ്രാം ക്രാഷായി പോകും. ക്രാഷായി പോവുക എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാം ആ മൊമെൻറ്റിൽ സ്റ്റോപ്പ് ചെയ്തു പോകും. അബ്നോർമലായിട്ട് സ്റ്റോപ്പ് ചെയ്ത് പോവുക എന്ന് പറയുന്നതിനെ ക്രാഷാന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊരു സിറ്റുവേഷനാണ് വരുന്നതെങ്കിൽ ക്രാഷായി പോകും. അപ്പം ഇതിൻ്റെ അകത്തുനിന്നൊക്കെ നമുക്ക് പറയാനുള്ളത്, എന്തുകൊണ്ട് സി പ്ലസ് പ്ലസ് അറേക്ക് പുറത്തിരിക്കുന്ന വാല്യൂവിനെ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലുള്ള ബിഹേവിയർ എന്തുകൊണ്ടാണ് അൺഡിഫൈൻഡ് ആയിട്ട് എന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ റീസണാണ്. ഈ പറഞ്ഞിരിക്കുന്ന മെമ്മറി കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ, സി പ്ലസ് പ്ലസ് ആക്സസ് ചെയ്യുന്നത് ആ ഒരു സിമ്പിൾ മാത്തമാറ്റിക്സ് വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അവൻ 4 എന്ന് പറഞ്ഞ സാധനം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അവൻ ആ മാത്തമാറ്റിക്കൽ ഫോർമുല വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന മെമ്മറിയെ ആയിരിക്കും നോർമലി ആക്സസ് ചെയ്യാൻ നോക്കുന്നത്. അത് ആ മൊമെൻറ്റിൽ ആ മെമ്മറിക്കകത്ത് എന്താണോ വാല്യൂ ഉള്ളത്, അല്ലെങ്കിൽ ആ മെമ്മറി ഇൻവാലിഡ് സിറ്റുവേഷൻ ആണോ എന്നുള്ളതിനൊക്കെ അനുസരിച്ചിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ഔട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്ന, അറേ ഔട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്ന സാധനം അൺഡിഫൈൻഡ് ആയിട്ട് സി പ്ലസ് പ്ലസ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് മോസ്റ്റ്ലി വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അറേയെ നമുക്ക് നോക്കാം. അതെന്ന് പറയുന്നത് ക്യാരക്ടർ അറേ എന്ന് പറയുന്ന കാര്യമാണ്. ഓൾറെഡി നമ്മൾ ക്യാരക്ടർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു, ഒരു ക്യാരക്ടർ, ഒരു സിംഗിൾ ക്യാരക്ടർ മാത്രമേ നമുക്കൊരു ക്യാരക്ടറിൻ്റെ അകത്ത് എടുത്തു വെക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ആർ എന്ന് പറയുന്ന ഈ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടർ ലെറ്ററിനെയാണ് നമ്മൾ സി ലെറ്റർ എന്ന് പറയുന്ന ഈ പറഞ്ഞിരിക്കുന്ന വേരിയബിളിൽ എടുത്തു വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം പക്ഷേങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ക്യാരക്ടറിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന വേർഡ്സ് എടുത്ത് വെക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കോഡിംഗ് എന്നോ, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് എന്നോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും നെയിം, രാഹുൽ എന്ന് പറയുന്ന നെയിമോ, ഇതൊന്നും നമുക്ക് എടുത്തു വെക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളുടെ നോർമൽ ഡാറ്റ എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയുള്ള വേർഡ്സ് ആയിരിക്കും കൂടുതൽ വരുന്നത് അല്ലേ. അപ്പം നമ്മൾ എങ്ങനെ ഇത് എടുത്ത് വെക്കും എന്ന് തോന്നും. അപ്പോൾ സി പ്ലസ് പ്ലസ് ഡയറക്റ്റായിട്ട് ഫണ്ടമെൻ്റലി അതിന് വേണ്ടിയിട്ട് ഒരു ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്ത് വന്നിട്ടില്ല, ടെക്സ്റ്റ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്കൊരു കാര്യം, ഈ പറഞ്ഞിരിക്കുന്ന ഏതൊരു വേർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും എല്ലാ വേർഡ്സും ഓരോരോ ലെറ്റേഴ്സിൻ്റെ കളക്ഷനാണ്
അല്ലേ? ഇതിപ്പോൾ കോഡിംഗ് എന്ന് പറയുന്ന ഈ വേർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ CODING എന്നൊക്കെ പറയുന്ന ക്യാരക്ടേഴ്സിൻ്റെ ഒരു കളക്ഷനാണ് എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ക്യാരക്ടർ എടുത്ത് വെക്കാനുള്ളൊരു മെക്കാനിസം, ക്യാരക്ടർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് C++ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അറേ എന്ന് പറയുന്ന ഒരു കളക്ഷൻ ഉണ്ടാക്കാനുള്ള മെക്കാനിസവും C++ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 മെക്കാനിസത്തിനെയും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന വേർഡ്സ് എടുത്ത് വെക്കാനുള്ള ഒരു ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഫീച്ചറിലോട്ട് നമുക്ക് എത്തിക്കൂടെ എന്നുള്ളതാണ്, അല്ലേ? അങ്ങനെ നമ്മൾ എത്തുന്നതിനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടർ അറേ എന്ന് നമുക്ക് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ക്യാരക്ടറിൻ്റെ ഒരു കൂട്ടം, ഒരു കളക്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഒരു അറേയെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന വേർഡിനകത്തിരിക്കുന്ന ഓരോരോ ലെറ്റേഴ്സിനെയും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ നെയിം എന്ന് പറയുന്ന സാധനം കോഡിംഗ് എന്ന് പറയുന്ന ഒരു എൻറ്റയർ വേർഡിനെ ഹോൾഡ് ചെയ്യാൻ പര്യാപ്തമായി, അല്ലെങ്കിൽ അതിന് പറ്റി, അല്ലേ? അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വേർഡിനെ നമുക്ക് C++ൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പും അറേ എന്ന് പറയുന്ന മെക്കാനിസവും വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാം, അല്ലേ? ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുൾ ആവേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന എവിടെയാണോ നമ്മളുടെ വേർഡ് തീരുന്നത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു അഡീഷണൽ ക്യാരക്ടർ കൂടി എടുത്ത് വെക്കണം. അതിൻ്റെ പേരാണ് നൾ ടെർമിനേറ്റഡ് എന്ന് പറയുന്നത്. ഇത് എടുത്ത് വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ C++ന് ഈ പറഞ്ഞിരിക്കുന്ന ഇത് ഇൻഡിവിജ്വൽസ് ആണ്, അല്ലേ? ഓരോരോ ക്യാരക്ടേഴ്സും ഇൻഡിവിജ്വൽസ് ആണ്. അത് വേർഡ് ആണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വേർഡ്സ് ആണ് എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ ഒന്നും അവിടെ ഇല്ല. എല്ലാം ഇൻഡിവിജ്വൽസ് ആണ്. അതിൻ്റെ ഒരു കൂട്ടമാക്കി നമ്മളൊരു വേർഡ് ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ C++ന് ഇത് എവിടെ എൻഡ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷൻ വേണം. അങ്ങനെ നമ്മൾ ആ ഇൻഫർമേഷൻ ആയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പെഷ്യൽ ക്യാരക്ടർ, നൾ ടെർമിനേറ്റഡ് എന്നാണ് ഇതിൻ്റെ പേര്. ആ സ്പെഷ്യൽ ക്യാരക്ടർ നമ്മൾ എടുത്തു വെക്കുന്നു. അപ്പോൾ നമ്മളുടെ വേർഡ് എവിടെയാണോ എൻഡ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത ക്യാരക്ടറായിട്ട് നമ്മൾ ഈ നൾ ടെർമിനേറ്റഡ് കൂടി എടുത്തു വെക്കും. അപ്പോൾ C++ന് എന്ത് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന ഓരോരോ ഇതിൻ്റെ അകത്തിരിക്കുന്ന ലെറ്റേഴ്സിനെ ഇങ്ങനെ വായിച്ച് പോവാം. എവിടെയാണോ നൾ ടെർമിനേറ്റഡ് കാണുന്നത് അതുവരെ ഒരു സിംഗിൾ വേർഡാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നെയിമിൻ്റെ അകത്ത് എടുത്ത് വെച്ചിരിക്കുന്ന വേർഡ്സ് ഇതാണ് എന്ന് അവന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അത് വേണ്ടിയിട്ടാണ് ഈ നൾ ടെർമിനേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ കൂടി അവൻ ആഡ് ചെയ്യുന്നത്. ഇതിനെ ഇങ്ങനെയുള്ള അറേസിനെ നൾ ടെർമിനേറ്റഡ് ക്യാരക്ടർ അറേ എന്ന് നമ്മൾ പറയും. ഓക്കെ, മെമ്മറിയിൽ എടുത്ത് വെക്കുമ്പം ഇങ്ങനെയായിരിക്കും. ഈ അവസാനം ഇരിക്കുന്ന നൾ ടെർമിനേറ്റഡ് ക്യാരക്ടറും നമ്മൾ മെമ്മറിക്കകത്ത് എടുത്ത് വെക്കണം. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നൾ ടെർമിനേറ്റഡ് ക്യാരക്ടർ വച്ചിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, അല്ലേ? നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ അറേ ഇനീഷ്യലൈസ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം, അതായത് കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് നിന്ന് ഓരോരോ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സിനെയും കോമ സെപ്പറേറ്റഡ് ആയിട്ട് എടുത്തു വെച്ചതായിരുന്നു, അല്ലേ? അതല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലും C++ൻ്റെ അകത്ത് ഒരു ക്യാരക്ടർ അറേനെ ഉണ്ടാക്കാം. ഇതിനെ പറയുന്നത് സ്ട്രിംഗ് ലിറ്ററൽ എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ഹാർഡ് കോഡഡ് ആയിട്ടിരിക്കുന്ന ഒരു ക്യാരക്ടറിനെ ക്യാരക്ടർ ലിറ്ററൽ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊരു ടെക്സ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സ്ട്രിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിഫറൻസ് ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ ലിറ്ററൽ നമ്മൾ ഒറ്റ ക്യാരക്ടറേ പറ്റുള്ളൂ. സ്ട്രിംഗ് ലിറ്ററിൻ്റെ അകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് പറ്റാം. ക്യാരക്ടർ ലിറ്ററൽ നമ്മൾ സിംഗിൾ കോഡ്സ് വെച്ചിട്ടായിരുന്നു ചെയ്തത്. ഇവിടെ ഈ മുകളിലിരിക്കുന്ന സാധനത്തിനെയാണ് കോഡ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ക്യാരക്ടർ ലിറ്ററൽ സിംഗിൾ കോഡ്സ് ആയിരുന്നു. പക്ഷേങ്കിൽ സ്ട്രിംഗ് ലിറ്ററൽ വരുന്ന സമയത്ത് നമുക്ക് ഡബിൾ കോഡ്സ് വരണം. ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രിംഗ് ലിറ്ററലിനെ ഇനീഷ്യലൈസറായിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ C++ ഇൻറ്റേർണലി അതൊരു ക്യാരക്ടർ അറേക്കകത്തേക്ക് എടുത്തു വെച്ചോളും. ഫോർ എക്സാമ്പിൾ, ഈ പറഞ്ഞിരിക്കുന്ന നെയിം എന്ന് പറയുന്നത് ഇനീഷ്യലൈസർ കൊടുക്കുമ്പം നമ്മൾ അറേ സൈസ് ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എത്രയാണോ ഇനീഷ്യലൈസറിൻ്റെ സൈസ് അവൻ എടുത്തോളും. ഇതിൻ്റെ കേസിൽ 1 2 3 4 5 6 7 എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കൂടി അവൻ ഇൻറ്റേർണലി എടുത്തു വെക്കും. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന അറേയുടെ ഇൻറ്റേർണൽ സൈസ് എന്ന് പറയുന്നത് 7 ആയിരിക്കും. പക്ഷേങ്കിൽ 7 എന്ന് പറയുന്ന സാധനം അവൻ പലപ്പോഴും പല ഫംഗ്ഷനും, അതായത് strcmp strlen എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട് C++ൻ്റെ അകത്ത്. ആ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് അവൻ ഈ അവസാനത്തെ നൾ ടെർമിനേറ്റഡിനെ യൂസ് ചെയ്യില്ല. പക്ഷേ അവൻ ഇൻറ്റേർണലി ആ നൾ ടെർമിനേറ്റഡ് കൂടി കൂട്ടിയിട്ടായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന സാധനം മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. ഇതും വാലിഡ് ആണ്. ബേസിക്കലി ഇവിടെ നമ്മൾ സൈസ് പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന അറേ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു,
ലെസ് നമ്പർ ഓഫ് ഐറ്റംസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നതെങ്കിൽ സി പ്ലസ് പ്ലസ് ഇൻറ്റേർണലി റിമൈനിങ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങളെ ആഡ് ചെയ്തോളും. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ക്യാരക്ടർ വരുന്ന സമയത്ത് റിമൈനിങ് ആയിട്ട് ക്യാരക്ടർ ഡാറ്റ ടൈപ്പിന് ഡിഫോൾട്ടായിട്ട് ആഡ് ചെയ്യുന്നത് നൾ ടെർമിനേറ്റഡ് ആയിരിക്കും എന്നുള്ളത്. അതിൻ്റെ ഒരു റീസൺ ഇതാണ്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സി പ്ലസ് പ്ലസ് നൾ ടെർമിനേറ്റഡ് എന്ന് പറയുന്ന ആ പറഞ്ഞിരിക്കുന്ന സ്പെഷ്യൽ ക്യാരക്ടർ ലിറ്ററലിനെ ഈ ഒരു പർപ്പസ്, അതായത് ഒരു പർട്ടിക്കുലർ വേർഡിൻ്റെ എൻഡായി എന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ക്യാരക്ടർ അറേയുടെ കേസിൽ ഡിഫോൾട്ടായിട്ട് സി പ്ലസ് പ്ലസ് നൾ ടെർമിനേറ്റഡ് ക്യാരക്ടർ ആഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സി പ്ലസ് ഒരു കമ്പൈലേഷൻ എററും വരത്തില്ല. 1, 2, 3, 4, 5, 6 ക്യാരക്ടേഴ്സാണ് ഇതിൻ്റെ അകത്തുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 10 ഇതിൻ്റെ സൈസ്. എങ്ങനെയല്ലേ 6 എണ്ണം ഇതായിരിക്കും എടുത്ത് വെക്കുക. ബാക്കി റിമൈനിങ് ആയിട്ടുള്ള 4 ക്യാരക്ടേഴ്സും നൾ ടെർമിനേറ്റഡ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊരു വാലിഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് വാലിഡ് സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഇത് എന്തുകൊണ്ടാണ് വാലിഡ് സ്റ്റേറ്റ്മെൻ്റ് അല്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ ഈ നെയിം എന്ന് പറയുന്ന സാധനം എടുത്തു വെക്കുന്ന സമയത്ത് നമ്മൾ അറേയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ ഇനീഷ്യലൈസർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്ര എണ്ണം മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അവസാനം ഇരിക്കുന്ന നൾ ടെർമിനേറ്റഡിനെ അവൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അവൻ എന്താണോ അത് മാത്രമേ അവൻ ഈ പറഞ്ഞിരിക്കുന്ന നെയിമിൽ എടുത്ത് വെച്ചിട്ടുണ്ടാവുള്ളൂ. നൾ ടെർമിനേറ്റഡ് എന്ന് പറയുന്ന ആ വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ സ്റ്റോർ ചെയ്യാത്തത് കൊണ്ട് ഈ നൾ ടെർമിനേറ്റഡ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന വേർഡിൻ്റെ എൻഡ് എന്ന് വിചാരിച്ച് വർക്ക് ചെയ്യുന്ന ഒന്നും വർക്ക് ചെയ്യാത്തൊരു സിറ്റുവേഷൻ വരും. ഇത് കമ്പൈലേഷൻ എറർ എന്നല്ലേ പറയുന്നത്. ഇത് ഈ പറഞ്ഞിരിക്കുന്ന നൾ ടെർമിനേറ്റഡ് ക്യാരക്ടർ അറേ ആയിട്ട് വർക്ക് ചെയ്യത്തില്ല എന്നുള്ളതാണ്. ഇത് പറഞ്ഞിരിക്കുന്ന അവസാനത്തിൽ ആഡ് ചെയ്യില്ല. പക്ഷേ ഈ കേസിൽ ഈ കേസിൽ നമ്മൾ ക്യാരക്ടർ അറേക്കൊന്നും പറഞ്ഞു കൊടുത്തില്ല. പക്ഷേങ്കിൽ ഇത് സ്ട്രിംഗ് ലിറ്ററൽ ആയതുകൊണ്ട് സി പ്ലസ് പ്ലസ് അത് ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്തോളും. പക്ഷേ ഇങ്ങനെ ഒരു കേസിൽ അവൻ ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യത്തില്ല. ഈ കേസിൽ ആഡ് ചെയ്യുക, കാരണം ഇവിടെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു സൈസ് ഇവന് പറഞ്ഞു കൊടുത്തതുകൊണ്ട്. ഇത് വാലിഡ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷേ അവസാനം നമ്മളായിട്ട് തന്നെ എക്സ്പ്ലിസിറ്റ്ലി ഒരു നൾ ടെർമിനേറ്റഡ് ക്യാരക്ടർ കൊടുത്തു. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന നൾ ടെർമിനേറ്റഡ് അടക്കമായിരിക്കും നെയിം എന്ന് പറയുന്ന ഈ വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പം അവൻ എവിടെയൊക്കെ നൾ ടെർമിനേറ്റഡ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നോ അതിലെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന നെയിം എന്ന് പറയുന്ന വേരിയബിൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തോളും. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യാൻ തോന്നുന്നു. അറേ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അത് വളരെ കൃത്യമായി പഠിച്ചിരിക്കണം. പിന്നെ സി പ്ലസ് പ്ലസ് പഠിക്കുന്ന എല്ലാവർക്കും അറേ ഈസ് ഈവിൾ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും. അതെന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറേക്കകത്തിരിക്കുന്ന ബൗണ്ടറി കണ്ടീഷൻ്റെ പുറത്തോട്ടുള്ള ആക്സസ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രോഗ്രാമിൻ്റെ ബിഹേവിയർ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന അറേ ഈസ് ഈവിൾ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും. അപ്പം അറേ യൂസ് ചെയ്യുന്ന സമയത്ത് പെർഫോമൻസ് വൈസിൽ നമുക്ക് നല്ല പെർഫോമൻസ് കിട്ടുമെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലംസ് എല്ലാം ഉള്ളത് കൊണ്ട് അറേ നമ്മൾ കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.